നമസ്കാരം. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയത്തിലെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ മ്യൂസിയത്തിലേക്കുള്ള യാത്ര ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം മാത്രമല്ല, അവർ അധികാരത്തിലുണ്ടായിരുന്ന കാലത്തെ ഇന്ത്യയിലേക്കും അതിൻ്റെ വികസനത്തിലേക്കും വെളിച്ചം വീശുന്നതാണ്. 15 വർഷം രാജ്യം ഭരിച്ച ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പിതാവ് നെഹ്റുവിൻ്റെ മരണശേഷം താമസിച്ച വീടാണ് മ്യൂസിയമാക്കി സൂക്ഷിച്ചിരിക്കുന്നത്. ബാങ്കുകളെ ദേശസാൽക്കരിക്കുക, രാജാക്കന്മാർക്ക് നൽകിയിരുന്ന ചെല്ലപ്പണം നിർത്തലാക്കൽ, ബംഗ്ലാദേശിനെ ഭൂപടത്തിലെത്തിക്കൽ, പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിലെ വിജയം, ഗരീബി ഹഠാവോ പ്രോഗ്രാം, 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനം, 1977 തിരഞ്ഞെടുപ്പ് പിൻവലിക്കാനുള്ള തീരുമാനം എന്നിങ്ങനെയുള്ള പല ചരിത്രപ്രധാനമായ തീരുമാനങ്ങളിലും ഇന്ദിരാഗാന്ധിയുടെ പങ്ക് നിർണായകമായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ബാഗ്, ചെരുപ്പ്, ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ, കൊല്ലപ്പെടുമ്പോൾ ധരിച്ചിരുന്ന രക്തം പുരണ്ട സാരി എന്നിവയും മ്യൂസിയത്തിൽ കാണാം. ഇതുകൂടാതെ അവർക്ക് ലഭിച്ചിട്ടുള്ള ഒട്ടേറെ സമ്മാനങ്ങളും അവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. കൂടാതെ അവരുടെ സ്വകാര്യ വസ്തുക്കൾ, മക്കൾക്കുള്ള കത്തുകൾ, ഡയറികൾ എന്നിവയും ഇന്ദിരാഗാന്ധി സന്ദർശിച്ച സ്ഥലങ്ങളും കുട്ടിക്കാലം മുതലുള്ള ഫോട്ടോകളും നെഹ്റു കുടുംബത്തിൻ്റെ അപൂർവമായ ഫോട്ടോകളും ഭാരതരത്നവും ചുമരുകളെ അലങ്കരിക്കുന്നു. ഇതുകൂടാതെ ശ്രീപെരുമ്പദൂരിൽ വെച്ച് മെയ് 21 ജീവൻ വെടിഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി മരണസമയത്ത് ധരിച്ചിരുന്ന വസ്ത്രവും രക്തക്കറകളോടെ സൂക്ഷിച്ചിട്ടുണ്ട്. 1984 ഒക്ടോബർ 31 അക്ബർ റോഡിലേക്ക് ഇന്ദിരാഗാന്ധി നടന്ന് ഏതാനും മീറ്ററുകളും വെടിയേറ്റ് ഇന്ദിരാഗാന്ധി പിടഞ്ഞു വീണ സ്ഥലവും ഗ്ലാസ് കൊണ്ട് മൂടിയിരിക്കുന്നു. ഇപ്പോഴും രക്തക്കറകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ഭാരതം കണ്ട ഏറ്റവും ശക്തയായ ഭരണാധികാരിയുടെ ഓർമ്മ കുടീരത്തിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ചരിത്രത്താളുകളിൽ എഴുതി ചേർക്കപ്പെട്ട ഒരമ്മയുടെയും മകൻ്റെയും നോവുന്ന ഓർമ്മകളായിരുന്നു മനസ്സ് നിറയെ. വീണ്ടും കാണാം. നന്ദി. ഏവർക്കും ശുഭദിനം നേരുന്നു.